വരുൺ ധവാൻ. ഈ വരുൺ ധവാൻ ഒരു നല്ല നടനാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലൊരു തെരി പോലെയുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി അദ്ദേഹത്തിന് വന്നിട്ടില്ല. അത് മനസ്സിലാക്കാൻ ആറ്റ്ലിക്ക് കഴിയാതെ പോയതാണ് ഈ ബേബി ജോണിൻ്റെ പരാജയ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. വിജയ് തൻ്റേതായ ഒരു ശൈലിയിൽ അഭിനയിച്ച് അരക്കിട്ടുറപ്പിച്ച ഒരു കഥാപാത്രമാണ് തെരിയിലെ DCP. അത് ഒരു പുതിയ നടനെ കൊണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെരി എന്ന ചിത്രം റീമേക്ക് ചെയ്യുമ്പോൾ ആറ്റ്ലി ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. വിജയിൻ്റെ റേഞ്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ആറ്റ്ലി. അപ്പോൾ പുതിയ ഒരു നടനെ വെച്ച്, അതൊരു അപ്കമിങ് സ്റ്റാറിനെ വെച്ച്, വരുൺ ധവാനെ പോലെ ഒരു സ്റ്റാറിനെ വെച്ച് ഇത്രയും ബഡ്ജറ്റിൽ, അതായത് ഏകദേശം 170 കോടി രൂപ ചിലവാക്കിയാണ് ഈ ബേബി ജോൺ എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹസത്തിന് ആറ്റ്ലി എന്തിനു മുതിർന്നു എന്നുള്ളത് ഇപ്പോഴും ബാക്കിയാവുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആറ്റ്ലി ചതിച്ചാശാനെ.